ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 ലക്ഷം കടന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ്. പാലക്കാട് UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിലിനും ചേലക്കരയിൽ LDFന്റെ UR പ്രദീപിനും ലീഡ്. മഹാരാഷ്ട്രയിൽ BJP ഉൾപ്പെട്ട മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. ഝാർഖണ്ഡിൽ INDI സഖ്യം മുന്നിൽ. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പകുതി പിന്നിടുമ്പോൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ UDFന്റെ പ്രിയങ്ക ഗാന്ധി വിജയമുറപ്പിച്ചു. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 3 ലക്ഷം കടന്നു. ഇടതു സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ് രണ്ടാം സ്ഥാനത്ത്. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ലീഡ് ചെയ്യുന്നത്. BJPയുടെ C കൃഷ്ണകുമാർ തൊട്ടുപിന്നിൽ. ചേലക്കരയിൽ LDFന്റെ UR പ്രദീപ് വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് രണ്ടാം സ്ഥാനത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ NDA കക്ഷികൾ ഉൾപ്പെട്ട മഹായുതി സഖ്യം വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഝാർഖണ്ഡിൽ നിലവിൽ INDI സഖ്യം ഭൂരിപക്ഷം ഉറപ്പിച്ചു. വയനാട്ടിൽ വോട്ട് എണ്ണിത്തുടങ്ങുന്ന സമയം മുതൽ തന്നെ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നുണ്ട്. തൊട്ടുപിന്നിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും 3ാം സ്ഥാനത്ത് NDAയുടെ നവ്യ ഹരിദാസുമുണ്ട്. വയനാട്ടിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് മറികടക്കാനാകുമോ? LDF, NDA സ്ഥാനാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയാണ്? കൃഷ്ണ, തുടക്കം മുതൽ തന്നെ പ്രിയങ്ക ലീഡ് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 8 റൗണ്ട് പൂർത്തിയായപ്പോഴും പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഓരോ റൗണ്ട് കഴിയുമ്പോഴും വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രിയങ്കയുടെ ഭൂരിപക്ഷം 8 റൗണ്ട് പിന്നിട്ടപ്പോൾ 3,57,587 വോട്ടുകൾക്കാണ് പ്രിയങ്ക ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. തൊട്ടുപിറകിലായി LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിക്ക് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 1,84,151 വോട്ടുകളാണ്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 1,210 വോട്ടുകൾ ലഭിച്ചു. നമുക്കറിയാം, ബൂത്തുകൾ എണ്ണത്തിലൊക്കെ എല്ലാ നിയോജക മണ്ഡലങ്ങളും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തുവാൻ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു. നിലവിൽ പോൾ ചെയ്ത വോട്ടുകളുടെ 70% വോട്ടുകളും പ്രിയങ്കയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. സംവരണ മണ്ഡലമായ തൃശൂർ ജില്ലയിലെ ചേലക്കരയിൽ ഒടുവിലെ ഫലസൂചനകൾ പ്രകാരം LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 12,000-ലേറെ വോട്ടിന് ലീഡ് ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസും NDAയ്ക്കായി K ബാലകൃഷ്ണനുമാണ് ജനവിധി തേടുന്നത്. രമ്യ 2ാം സ്ഥാനത്തും K ബാലകൃഷ്ണൻ 3ാം സ്ഥാനത്തുമാണ്. 72.77% ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ 39,400 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ പകുതി പിന്നിടുമ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരിൻ 3ാം സ്ഥാനത്തുമാണ്. വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ 3 മുന്നണികളുടെയും പ്രവർത്തകർ പ്രതീക്ഷയുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. ഫൈസൽ, വോട്ടെണ്ണൽ എത്ര റൌണ്ട് പിന്നിട്ടു? ഒടുവിലത്തെ ഫലസൂചന എങ്ങനെയാണ്? 12 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000-ലേറെ വോട്ടുകളുടെ ലീഡാണ് തുടരുന്നത്. UDF ക്യാമ്പ് ഏകദേശം വിജയം ഉറപ്പിച്ച മട്ടാണ്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 2 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. വിജയത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. UDF ക്യാമ്പിന്റെ ആഹ്ലാദ പ്രകടനം തുടരുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ് 2ാം സ്ഥാനത്തുള്ളത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ 3ാം സ്ഥാനത്താണ്. നഗരസഭ, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെല്ലാം UDF മേൽക്കൈ നേടിയാണ്. കഴിഞ്ഞ 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര നിയമസഭയിൽ 217 സീറ്റുകളിൽ BJP ഉൾപ്പെടെയുള്ള മഹായുതി സഖ്യമാണ് മുന്നിൽ. BJP 126 സീറ്റുകളിലും ശിവസേന ഷിൻഡെ വിഭാഗം 55 സീറ്റുകളിലും NCP 36 സീറ്റിലും ലീഡ് ചെയ്യുന്നു. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ കോൺഗ്രസ് 19 സീറ്റുകളിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 19ഇടത്തും NCP ശരത് പവാർ വിഭാഗം 14 സീറ്റുകളിലും മുന്നേറുന്നു. നാഗ്പൂർ സൌത്ത് വെസ്റ്റിൽ ദേവേന്ദ്ര ഫട്നവിസ് മുന്നിലാണ്. നിലവിലെ മുഖ്യമന്ത്രിയും ശിവസേന ഷിൻഡെ വിഭാഗം നേതാവുമായ ഏക്നാഥ് ഷിൻഡെ കോപ്പാരി
പൃഥ്വിരാജ് പാഠിയിൽ ലീഡ് ചെയ്യുന്നു. എൻസിപി നേതാവ് അജിത് പവാർ ബാരാമതിയിൽ മുന്നിൽ. കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ കാരാട്ട് സൌത്തിൽ പിന്നിലാണ്. 81 സീറ്റുകളുള്ള ഝാർഖണ്ഡിൽ INDI സഖ്യം 49 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. JMM 30 സീറ്റ്, BJP 27 സീറ്റ്, കോൺഗ്രസ് 14 സീറ്റ്, RJD 5 സീറ്റ്, AJS UP 1 സീറ്റ് എന്നിങ്ങനെയാണ് ലീഡ്. നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സൊറേൻ ബർഹായത്തിൽ മുന്നിലാണ്. മുൻ മുഖ്യമന്ത്രിമാരും BJP സ്ഥാനാർത്ഥികളുമായ ചമ്പൈ സൊറേൻ, ബാബുലാൽ മറാണ്ടി എന്നിവരും മുന്നിലാണ്. JMM നേതാക്കളായ കൽപ്പന സൊറേൻ ഗണ്ടേയിൽ പിന്നിലാണ്. തൃശൂരിലെ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വിജയം ഏകദേശം ഉറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും നന്നായി ലീഡ് ചെയ്തുകൊണ്ട് ഈ ആരംഭം മുതൽ ഈ നേരം വരെ ലീഡ് ചെയ്തുകൊണ്ട് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് തന്നെ മുന്നിൽ നിൽക്കുന്നു. ഏതാണ്ട് വിജയം ഉറപ്പിച്ച ഒരു മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഈ ലീഡ് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകൾ കൂടിയാണ് വരാനിരിക്കുന്നത്. ഏറെക്കുറെ വിജയം ഉറപ്പിച്ച് ആഹ്ലാദ പ്രകടനത്തിലേക്ക് ഈ ചേലക്കര മണ്ഡലം മാറിക്കഴിഞ്ഞു. ഇവിടെ ആഘോഷ തിമിർപ്പിലാണ് അണികളെല്ലാവരും. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുകയാണ്. വയനാടിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ശാന്തുക്രാവു ഹംബർഡെ മുന്നിലാണ്. ഉത്തർപ്രദേശിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 BJPയും 3 സമാജ്വാദി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. രാജസ്ഥാനിലെ 7 4 BJPയും 1 കോൺഗ്രസും മുന്നേറുന്നു. പശ്ചിമബംഗാളിലെ 6 തൃണമൂലിനാണ് ലീഡ്. അസമിലെ 2 BJPയും 1 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ബീഹാറിലെ 2 BJPയും 1 JDUവും മുന്നിലാണ്. പഞ്ചാബിലെയും 3 AAPയും 1 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. കർണാടകയിലെ 3 കോൺഗ്രസിനാണ് ലീഡ്. മധ്യപ്രദേശിലെ 2 BJP മുന്നേറുന്നു. സിക്കിമിൽ സൊറെങ് ചഖുങ്, നാംചി സിംഗിതാങ് എന്നീ 2 നിയമസഭാ സീറ്റുകളിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എതിരില്ലാതെ വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് കേൾക്കാവുന്നതാണ്. ഈ മാസം 25-ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യ-ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 104 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയും ഓസ്ട്രേലിയയ്ക്കും ഒരുപോലെ ബാറ്റിംഗ് തകർച്ച നേരിട്ടിരുന്നു. 58 റൺസിന്റെ ലീഡ് നേടിയ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. റെസ്ലിംഗ് ലോക മിലിറ്ററി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 76 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋതിക ഹൂഡയ്ക്ക് സ്വർണം. അർമേനിയയിൽ ഇന്നലെ നടന്ന മത്സരത്തിലാണ് ഋതികയുടെ വിജയം. രാജ്യത്തെ പൊതുസേവന പ്രക്ഷേപകരായ പ്രസാർ ഭാരതിയുടെ സ്ഥാപക ദിനം ഇന്ന്. 1997 നവംബർ 23-നാണ് പ്രസാർ ഭാരതി സ്ഥാപിതമായത്. 1990-ലാണ് പാർലമെന്റ് പ്രസാർ ഭാരതി നിയമം പാസാക്കിയത്. ഗോവയിലെ 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്നും തിയേറ്ററുകളിൽ സിനിമാസ്വാദകരുടെ തിരക്ക്. വിവിധ വിഭാഗങ്ങളിലായി നിരവധി ചിത്രങ്ങളാണ് ഇന്നും പ്രദർശിപ്പിക്കുന്നത്. ആഗോള സിനിമാ വ്യവസായ രംഗത്തെ നിർമ്മാതാക്കൾ, വിതരണക്കാർ തുടങ്ങിയവരെ ഇന്ത്യൻ സിനിമയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയായി മാറുകയാണ് മേള. മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ആണവായുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് പരീക്ഷിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 ലക്ഷം കടന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ്. പാലക്കാട് UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിലിനും ചേലക്കരയിൽ LDFന്റെ UR പ്രദീപിനും ലീഡ്. മഹാരാഷ്ട്രയിൽ BJP ഉൾപ്പെട്ട മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. ഝാർഖണ്ഡിൽ INDI സഖ്യം മുന്നിൽ. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്തകൾ വൈകുന്നേരം 3:30-ന്.